നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഡ്രൈവിംഗ് ടെസ്റ്റിൽ വലിയ മാറ്റങ്ങളുമായി പുതിയ നിയമപരിഷ്കാരങ്ങൾ. ലൈസൻസ് ലഭിക്കാനുള്ള പരിശോധനയ്ക്കായി കുത്തിനാട്ടിയ കമ്പികൾക്കിടയിലൂടെ വാഹനമോടിക്കുന്ന പതിവ് രീതികൾക്ക് മാറ്റം വരും. 8ഉം H അക്ഷരവുമായിരുന്നു കുത്തിനാട്ടിയ കമ്പികൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. കമ്പികളിൽ തട്ടാതെ വാഹനമോടിച്ചും റിവേഴ്സ് എടുത്തും കാണിക്കണം. എന്നാൽ ഇനി ആരും കമ്പിക്കുള്ളിൽ Hഉം 8ഉം എടുക്കാൻ പോകേണ്ട. ഇനി എല്ലാം ട്രാക്കിലൂടെ തന്നെ. അതായത് വിദ്യാർത്ഥി കാറിൽ കയറി ട്രാക്കിലൂടെ H ആകൃതിയിൽ കാർ വളയ്ക്കുകയും തിരിക്കുകയും റിവേഴ്സ് എടുക്കുകയും വേണം. എല്ലാം കൃത്യമായി പരിശോധിക്കാൻ കമ്പ്യൂട്ടറും ക്യാമറയും ഉണ്ടാകും. ഇതോടെ പിറകിൽ നിന്നും കയ്യും കണ്ണും കാണിച്ച് സഹായിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർ ഇനി ഉണ്ടാകില്ല. അവരെ പരിസരത്ത് പോലും ഇനി അടുപ്പിക്കില്ലെന്നാണ് പുതിയ നിയമം. ബൈക്കുകാർ 8 എടുക്കുന്നതും ട്രാക്കിലൂടെ തന്നെ വേണം. അതിനും കമ്പി എടുത്തു മാറ്റും. അതായത് കമ്പിക്കുള്ളിലെ ഒരുമാതിരി ഒപ്പിക്കൽ ടെസ്റ്റുകളുടെ കാലം കഴിഞ്ഞു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. കമ്പി മാറ്റി ഒറിജിനൽ ട്രാക്കും റോഡും തന്നെ കൊടുക്കുകയാണ്. നന്നായി വാഹനമോടിക്കുന്നവർക്ക് മാത്രം ലൈസൻസ് നൽകിയാൽ മതിയെന്നും അധികൃതർ തീരുമാനിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടറിന്റെയും ക്യാമറയുടെയും സഹായത്തോടെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം അളക്കുന്ന ആദ്യത്തെ കേന്ദ്രം കോട്ടയം ജില്ലയിലെ മോനിപ്പള്ളിക്ക് സമീപം കല്ലിടുക്കിയിൽ സജ്ജമായി. കമ്പ്യൂട്ടറിന്റെയും ക്യാമറയുടെയും സഹായത്തോടെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം അളക്കുന്ന ജില്ലയിലെ ആദ്യ ടെസ്റ്റിംഗ് ട്രാക്കാണിത്. ഓട്ടോമാറ്റിക് ട്രാക്ക് സെൻസർ സംവിധാനം ഇവിടെ ഉണ്ടാകും. അതായത് വിദ്യാർത്ഥിയുടെ വാഹനം നീങ്ങുന്നതും ടയറുകൾ പോകുന്നതും കൃത്യമായി ഇനി ഒപ്പിയെടുത്ത് കമ്പ്യൂട്ടർ തന്നെ ജയവും പരാജയവും തീരുമാനിക്കും. അതിനാൽ കൈക്കൂലി കൊടുത്ത് ടെസ്റ്റ് പാസ്സാകാൻ ഇനി ആർക്കും സാധിക്കില്ല. ഡ്രൈവിംഗ് സ്കൂളുകാരിൽ നിന്നും പണം വാങ്ങി ഒത്തുകളി നടത്തുന്നതും ഇനി പഴയ കാലം. 1 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഈ സംവിധാനം വരും. രാജ്യാന്തര നിലവാരത്തിലായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കിന്റെ നിർമ്മാണം. ടെസ്റ്റ് പൂർണ്ണമായും കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തും. റോഡിലെ പരീക്ഷ കൂടി നടത്തി വിജയകരമായി പൂർത്തിയാക്കിയെന്ന് വ്യക്തമായാൽ അന്നു തന്നെ ലൈസൻസ് നൽകും. റോഡിലെ അപകടങ്ങൾക്ക് കാരണം ഗതാഗത നിയമങ്ങൾ പാലിക്കാത്ത ഡ്രൈവർമാരാണെന്നും ഇത്തരക്കാരുടെ ലൈസൻസ് റദ്ദാക്കാൻ തകൃതിയായി നടക്കുന്നതായും അധികൃതർ പറയുന്നു. അതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ കൃത്യമായി വാഹനം ഓടിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും സഹായകരമാകും എന്ന് കരുതാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.